സെക്കൻഡ് സെം ബികോം BBA കോമൺ കോഴ്സ് മലയാളത്തിൽ സാകേതം എന്ന നാടകമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. CN ശ്രീകണ്ഠൻ നായരുടെ നാടകമാണ് സാകേതം. അപ്പം അതിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. പരീക്ഷ ജനുവരി അവസാന ഭാഗത്തിലാവുമെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു റിവിഷൻ ക്ലാസ്സാണ് ഇന്ന്. അപ്പോൾ CN ശ്രീകണ്ഠൻ നായരെ കുറിച്ച് പറയുമ്പോൾ മലയാള നാടകവേദിയിൽ പുതിയൊരു ഭാവുകത്വത്തിൻ്റെ തുടക്കം കുറിച്ച ആളാണ് CN ശ്രീകണ്ഠൻ നായർ. അനശ്വരമായിട്ടുള്ള നാടകത്രയത്തിൽ ആദ്യ നാടകമാണ് സാകേതം. സാകേതത്തിൽ ദശരഥനാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. സാകേതം, കാഞ്ചനസീത, ലങ്കാലക്ഷ്മി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ നാടകത്രയങ്ങൾ. പുരാണ പരിസരങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളെ വീണ്ടെടുത്ത് അവരുടെ മാനസിക വ്യാപാരങ്ങളെ പുനർവായനയ്ക്ക് വിധേയമാക്കുന്ന രീതിയാണ് CNൻ്റെ നാടകങ്ങളിൽ കാണുന്നത്. ഇനി സാകേതത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ദശരഥൻ, വസിഷ്ഠൻ, സുമന്ത്രർ, ഗുഹൻ, ശ്രീരാമൻ, ലക്ഷ്മണൻ, സൂത്രധാരൻ, കൗസല്യ, കൈകേയി, സീത, മന്ധര എന്നിവരാണ്. ഈ നാടകം ആദ്യം അരങ്ങേറിയത് 1969 മാർച്ച് 13 തിരുവനന്തപുരത്തും രണ്ടാമതായി 1975 ഫെബ്രുവരി 7 പാലക്കാട്ടുമാണ്. നാടകത്തിൻ്റെ അംഗം 1 സൂത്രധാരനാണ് ആദ്യം വരുന്നത്. സൂത്രധാരൻ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇക്ഷ്വാകു വംശത്തിൻ്റെ വളർച്ചയും ഉദയവും ഒക്കെ വളരെ ചുരുക്കി അവതരിപ്പിക്കുകയാണ് സൂത്രധാരൻ ചെയ്യുന്നത്. സൂത്രധാരൻ അത് അവതരിപ്പിച്ചതിന് ശേഷം സുമന്ത്രർ പ്രവേശിക്കുന്നു. സുമന്ത്രർ ചക്രവർത്തിയുടെ 8 മന്ത്രിമാരിലെ മുഖ്യനാണ്. രാജാവിൻ്റെ സാരഥിയും സുമന്ത്രരാണ്. അടുത്തതായി അവരുടെ കുലഗുരു ആയിട്ടുള്ള വസിഷ്ഠ മഹർഷിയാണ് വരുന്നത്. അപ്പോൾ അവിടെ സൂത്രധാരനും സുമന്ത്രരും വസിഷ്ഠ മഹർഷിയും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് കാണിക്കുന്നത്. ഈ സംഭാഷണത്തിൽ രാമപട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വസിഷ്ഠ മഹർഷി വന്നതോടുകൂടി രാമൻ്റെ അമ്മയായിട്ടുള്ള കൗസല്യ പ്രവേശിക്കുകയാണ്. അവർ ദശരഥൻ്റെ ആദ്യ ഭാര്യയും കൂടിയാണ്. അപ്പോൾ കൗസല്യയോട് വസിഷ്ഠനാണ് രാമപട്ടാഭിഷേകത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കൗസല്യയ്ക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. കൈകേയിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു രാജ്യശുൽക്കത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൈകേയിക്ക് ഉണ്ടാവുന്ന മകന് രാജ്യം നൽകാമെന്ന്. പക്ഷേ ഇപ്പോൾ കൈകേയിക്ക് രാമനെ ഇഷ്ടമായതുകൊണ്ട് അത് കുഴപ്പമുണ്ടാവില്ല എന്ന് വസിഷ്ഠൻ കൗസല്യയോട് ഇങ്ങനെ പറയണം. അപ്പം അന്ന് അങ്ങനെ ഒരു വാക്ക് കൊടുക്കുന്ന സമയത്ത് കൗസല്യയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. ദശരഥന് 3 ഭാര്യമാരാണ്: കൗസല്യ, കൈകേയി, സുമിത്രം. അപ്പോൾ കൈകേയിയുടെ രാജധാനിയിലാണ് ഭരതനും ശത്രുഘ്നനും കൂടി ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അവരോടും കൂടി ഇത് അറിയിക്കണ്ടേ എന്ന് കൗസല്യ ചോദിക്കുകയാണ്. കൗസല്യയ്ക്ക് സംശയമുണ്ട്, കൈകേയി പിന്നെ രാജ്യം വേണമെന്ന് പറയൂ, ഇനി അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ. അപ്പോൾ വസിഷ്ഠൻ പറയേണ്ട ഒരിക്കലും അങ്ങനെ ഇനി കൈകേയി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭരതൻ അതിന് സമ്മതിക്കുകയുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം രാമൻ വന്ന് കൗസല്യയെ വണങ്ങുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ദശരഥനും പ്രവേശിക്കുന്നു. അതിനുശേഷം രാമനോട് സീതയെ വിവരം അറിയിക്കാനായിട്ട് കൗസല്യ പറയുകയാണ്. പിന്നെ വസിഷ്ഠനും ദശരഥനും കൗസല്യയും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് അവതരിപ്പിക്കുന്നത്. പട്ടാഭിഷേകത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് വസിഷ്ഠൻ ദശരഥനെ മുമ്പുണ്ടായിരുന്ന ഒരു ശാപത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം ദശരഥൻ ഇങ്ങനെ എന്തൊക്കെയോ ഒരു വ്യാകുലതകളുള്ള പോലെ കാണിച്ചതുകൊണ്ടാണ് ആ ശാപത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്. ഒരു മുനിപുത്രനെ, പണ്ട് ആനയാണെന്ന് വിചാരിച്ച അമ്പെയ്ത് മുനിയുടെ പുത്രൻ മരിച്ചിട്ടുണ്ടായിരുന്നു, വൃദ്ധതാപസൻ്റെ മകൻ. അപ്പം അന്ന് താപസൻ ശപിച്ചിട്ടുണ്ടായിരുന്നു, നീയും പുത്രദുഃഖത്താൽ മരിക്കട്ടെ എന്ന്. അപ്പോൾ ആ ശാപം ഫലിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ട്. അപ്പോൾ ദശരഥൻ തന്നെ പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഫലിക്കുന്നത്.
കാരണം അന്ന് മുനികുമാരന് മരിക്കാനുള്ള സമയം അടുത്തിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയത് എന്നാണ് ദശരഥൻ വിചാരിക്കുന്നത്. സുമന്ത്രരെ വിളിച്ച് ആഘോഷങ്ങൾ ഗംഭീരമാക്കാൻ പറയുമ്പോഴും ദശരഥൻ ഇങ്ങനെ പറയുന്നുണ്ട്: അശുഭങ്ങളും ഘോരങ്ങളും ഞാൻ സ്വപ്നത്തിൽ ദർശിക്കുന്നു. ആകാശത്തിൽ ഇടിവാളും കൊള്ളിമീനും ചുറ്റിപ്പിണഞ്ഞു വീഴുന്നതായിട്ട് കാണുന്നു എന്നൊക്കെ ദശരഥൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദശരഥൻ ഇങ്ങനെ അശുഭങ്ങൾ കാണുന്നതുകൊണ്ട് ഗുരുവിൻ്റെ ഉപദേശമൊക്കെ നീ ശ്രദ്ധിച്ചില്ലേ, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ എന്നൊക്കെ രാമനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ലക്ഷ്മണൻ പ്രവേശിക്കുകയാണ്. അപ്പം അതിനു മുമ്പേ ദശരഥൻ ഇങ്ങനെ പറയുന്നുണ്ട്: ഇന്ന് ഭരതൻ ഇവിടെ ഇല്ലാത്തത് നല്ലതാണ്. അവന് എപ്പോഴും നിന്നെ ബഹുമാനം മാത്രമേ ഉള്ളൂ, പക്ഷേ എങ്കിലും മനുഷ്യൻ്റെ മനസ്സല്ലേ, അതോ ഒന്ന് മാറിയാലോ എന്നൊക്കെ രാമനോട് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്താണ് ലക്ഷ്മണൻ പ്രവേശിച്ചത്. അപ്പോൾ ലക്ഷ്മണനോട് രാമന് ഇന്ന് രാത്രി എല്ലാവിധ കാവലും ഏർപ്പെടുത്താനായിട്ട് പറയുകയാണ് ദശരഥൻ. അപ്പോൾ അതോടുകൂടി ഒന്നാമത്തെ അംഗം അവസാനിക്കുക. ഇനി രണ്ടാമത്തെ അംഗമാണ്. രണ്ടാമത്തെ അംഗത്തിൽ മന്ധരയെയും കൈകേയിയെയുമാണ് ആദ്യം കാണിക്കുന്നത്. മന്ധര കൈകേയിയുടെ തോഴിയാണ്. മന്ധരയാണ് കൈകേയിക്ക് ഈ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പം നീ ഭാഗ്യം കെട്ടവളാണ്, നിൻ്റെ സൗന്ദര്യത്തിന് യാതൊരു വിലയില്ലാതെ ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മന്ധര കൈകേയിയോട് ഇങ്ങനെ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൈകേയി ആദ്യം പറയുന്നുണ്ട്: പിശാചെ നീ നിർത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് കേട്ട് കഴിഞ്ഞപ്പോൾ കൈകേയിയുടെ മനസ്സ് മാറുക. മന്ധര കൈകേയിയെ വല്ലാതെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. രാമൻ രാജാവായി കഴിഞ്ഞാൽ നിനക്കിവിടെ ഒരു വിലയുണ്ടാവില്ല. പിന്നെ സ്വന്തം മക്കൾ തന്നെ അമ്മയെ മറക്കുന്ന കാലത്ത് ഒരു അന്യ സ്ത്രീയെ ആരെങ്കിലും ഓർമ്മിക്കുമോ? അതേപോലെ നിനക്ക് വിവാഹം കഴിക്കുന്ന സമയത്ത് നിനക്കുണ്ടാകുന്ന പുത്രനെ രാജ്യം നൽകാമെന്ന് പറഞ്ഞിരുന്നതല്ലേ, എന്നിട്ട് ഇപ്പോൾ എന്തായി? ഇപ്പോൾ ഭരതനും ശത്രുഘ്നനും ഇവിടെ ഇല്ലാത്ത സമയത്താണ് ഈ പട്ടാഭിഷേകം തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അവർ വന്നാലേ ഇനി രാജ്യം അവർക്ക് വേണമെന്ന് പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് മന്ധര കൈകേയിയുടെ മനസ്സ് മാറ്റുകയാണ്. അങ്ങനെ ഒരുപാട് സമയത്തെ മന്ധരയുടെ ഉപദേശങ്ങൾക്ക് ശേഷം കൈകേയി ആകെ വിഷണയായി. തനിക്ക് ഇനി ഇവിടുന്ന് രക്ഷയില്ലേ, എനിക്കും എൻ്റെ മകനും എങ്ങനെയാണ് രാജ്യം കിട്ടുക തുടങ്ങിയിട്ടുള്ള ചിന്തകളാണ്. മന്ധരയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് കൈകേയി ദശരഥനോട് രാജ്യം ചോദിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് ദശരഥൻ കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് വരുന്നു. അപ്പോൾ കൈകേയി ദശരഥനോട് പരിഭവിക്കുകയാണ്. അപ്പോൾ എന്താണ് കാര്യം എന്നൊന്നും പറയാതെ കുറേ സമയം ഇങ്ങനെ വലിച്ചു നീട്ടി അവളുടെ പരിഭവങ്ങൾ ദശരഥനെ ഇങ്ങനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കൈകേയി തൻ്റെ ആവശ്യം പറയുകയാണ്. രാജ്യാവകാശം തനിക്ക് തൻ്റെ പുത്രന് തരാമെന്ന് പറഞ്ഞിട്ടല്ലേ അന്ന് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ള ആ രാജ്യ ശുൽക്ക വാഗ്ദാനം കൈകേയി ദശരഥനെ ഓർമ്മിപ്പിക്കുന്നു. ദശരഥൻ അതോടുകൂടി കൈകേയിയോട് ദേഷ്യപ്പെടുകയും അവളെ ഭയങ്കരിയാണ്, നീ മൃത്യുവാണ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ദശരഥൻ ആകെ തളരുകയാണ്. പിന്നീട് അങ്ങോട്ട് കൈകേയിയും ദശരഥനും തമ്മിലുള്ള ആ സംഭാഷണങ്ങളാണ് വരുന്നത്. കൈകേയി തനിക്ക് തൻ്റെ പുത്രന് രാജ്യം കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നതാണ്. ഇന്നത്തെ വരെ ഞാൻ ഒന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് രാജ്യം കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് കൈകേയി ചെയ്യുന്നത്. അപ്പോൾ കൈകേയി ദശരഥനോട് രാമനോട് ഈ കാര്യം പറയാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദശരഥൻ തനിക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല എന്ന് പറയും. അപ്പോൾ സൂത്രധാരൻ അതിൻ്റെ ഇടയിൽ ഇന്നാരും ഉറങ്ങില്ല, രാജാവ് ഉറങ്ങില്ല, പ്രജകൾ സന്തോഷം കൊണ്ട് ഉറങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാജാവ് ഉറങ്ങാത്തത് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ്. ഈ രാജാവ് വിചാരിക്കുന്നുണ്ട് ഇന്ന് പുലരാതിരുന്നെങ്കിൽ എന്ന്. ഏതായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കൈകേയി പറഞ്ഞു, രാമനും സുമന്ത്രരും ഇപ്പോഴും ഇങ്ങോട്ട് എത്തും, ഞാൻ അവരോട് വരാൻ പറഞ്ഞിട്ട് ആളെ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും അവർ വരികയാണ്. അപ്പോൾ രാമനോട് ദശരഥൻ ഇങ്ങനെ കുശലാന്വേഷണങ്ങൾ നടത്തുകയാണ്. അപ്പം അതിനുശേഷം ദശരഥൻ രാമനോട് കാര്യങ്ങൾ പറയാൻ മടിക്കുകയാണ്. അപ്പോൾ കൈകേയി തന്നെ അതിന് തുടക്കം കുറിക്കുകയാണ്. അതിനുശേഷം ദശരഥൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ രാമന് എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. കുറച്ച് സമയം കഴിഞ്ഞ രാമൻ സുമന്ത്രരോട് ഭരതനെയും ശത്രുഘ്നെയും എത്രയും പെട്ടെന്ന് വരുത്താനായിട്ട് ആളെ അയക്കാൻ വേണ്ടി പറയും. എന്നിട്ട് രാമൻ കൈകേയിയോട് ചോദിക്കുന്നുണ്ട്, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കൽപ്പന എന്നോട് കൽപ്പിക്കാനായിട്ട് അമ്മയ്ക്ക് തോന്നിയത് എന്ന് ചോദിക്കുന്നുണ്ട്. സുമന്ത്രരും കൈകേയിയെ
അധിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ കൈകേയി സുമന്ത്രരോട് പറയുന്നുണ്ട് ഭൃത്യൻ നില മറക്കുന്നുണ്ടോ എന്ന്. പിന്നീട് കൈകേയി സുമന്ത്രരും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ സുമന്ത്രർ കൈകേയിയെ കുറേ ഉപദേശിക്കുന്നുണ്ട്. തനിക്കിതൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് സുമന്ത്രർ ഭരതനെ കൂട്ടിക്കൊണ്ടുവരാൻ മടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ലക്ഷ്മണൻ വളരെയധികം ദേഷ്യത്തോടു കൂടി പ്രവേശിക്കുന്നുണ്ട്. പിന്നെ സുമന്ത്രരും ലക്ഷ്മണനും തമ്മിലുള്ള സംഭാഷണമാണ് അവസാനം. ദശരഥൻ ഇങ്ങനെ പറയുന്ന കുറേ വാക്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നുണ്ട്, ഏതായാലും ഭരതന് രാജ്യം കൊടുക്കണം, 14 വർഷം രാമനെ കാട്ടിലയക്കണം എന്നാണ് കൈകേയി ദശരഥനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രാമൻ കാട്ടിലേക്കാണെങ്കിൽ കൈകേയിയെ കൊല്ലാനായിട്ട് ലക്ഷ്മണൻ തൻ്റെ വാള് ഉറയിൽ നിന്ന് ഊരിയിട്ടുണ്ടായിരുന്നു. ഈ വാള് ഇനിയും ഞാൻ ഉറയിലിടുന്നില്ല, അത് രാമനെ കാത്തുരക്ഷിക്കാനായിട്ട്, ഏതു സമയവും കാത്തുരക്ഷിക്കാനായിട്ട് ഇങ്ങനെ തന്നെ നിലകൊള്ളുമെന്ന് ലക്ഷ്മണൻ സുമന്ത്രരോട് പറയുന്നുണ്ട്. അതോടുകൂടി രണ്ടാമത്തെ അംഗം അവസാനിക്കുകയാണ്.